അമ്മായിയമ്മ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് കണ്ണൂരിൽ യുവതി മക്കളെയും കൊണ്ട് കിണറ്റിൽ ചാടിയ സംഭവത്തിൽ അമ്മായിയമ്മയെയും യുവതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കിണറ്റിൽ ചാടിയതിന് പിന്നാലെ 6 വയസ്സുകാരനായ മകൻ മരിച്ചിരുന്നു. ഈ കേസിലാണ് യുവതിക്കെതിരെ കേസെടുത്തത്. കണ്ണൂർ ചെറുതാഴം സ്വദേശിയായ ധനേഷിന്റെ ഭാര്യ ധനജയാണ് അറസ്റ്റിലായത്. ധനേഷിന്റെ അമ്മ ശ്യാമളയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗാർഹിക പീഡനം നടത്തിയെന്ന ധനജയുടെ പരാതിയിലാണ് ശ്യാമളയെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂലൈ 25-ാം തീയതിയായിരുന്നു ധനജ 2 കുട്ടികളുമായി കിണറ്റിലേക്ക് ചാടിയത്. രാവിലെ 11:30യോടെയാണ് സംഭവം നടന്നത്. ഭർത്താവിന്റെ അമ്മ ശ്യാമളയുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു യുവതി മക്കളെയും എടുത്ത് മരിക്കാൻ തുനിഞ്ഞത്. മക്കളുടെ കരച്ചിൽ കേട്ട് ഭർത്താവ് ധനേഷ് ഓടിയെത്തി. പിന്നാലെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് 3 പേരെയും കിണറ്റിൽ നിന്നും പുറത്തെടുത്തത്. ധനജയും മകളും അപകടനില തരണം ചെയ്തെങ്കിലും 6 വയസ്സുകാരനായ ധ്യാൻ കൃഷ്ണന്റെ നില ഗുരുതരമായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ധ്യാൻ കൃഷ്ണ 2 ദിവസം മുൻപാണ് മരിച്ചത്. 6 വയസ്സുള്ള മകൻ ധ്യാൻ കൃഷ്ണന്റെ മരണത്തിലാണ് അമ്മ ധനജയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തത്. ഭർത്താവിന്റെ അമ്മ ശ്യാമള ജീവിക്കാൻ അനുവദിക്കാത്തതിനാലാണ് 2 കുട്ടികളുമായി കിണറ്റിൽ ചാടിയതെന്നായിരുന്നു ധനജയുടെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്യാമളയ്ക്കെതിരെ പോലീസ് കേസെടുത്തത്. അറസ്റ്റിലായ ധനജയെ റിമാൻഡ് ചെയ്ത് കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംഭവത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്.